ഹാരിസിനെ ഇന്ന് പ്രശംസിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി രംഗത്തെത്തിയത്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ ഇന്നത്തെ നിലപാട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നത് പതിവെന്ന് വെളിപ്പെടുത്തിയ ഡോക്ടർക്ക് മന്ത്രിയുടെ പ്രശംസയും പിന്തുണയും. ഡോക്ടറെ കൂടെ ചേർത്ത് നിർത്തിയാണ് മന്ത്രിയുടെ പ്രതിരോധം. പ്രശ്നം സിസ്റ്റത്തിന്റേതാണെന്ന് മന്ത്രി. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. അതായത് നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു വ്യക്തി, ഒരു രോഗവുമായിട്ടെത്തുന്ന വ്യക്തി, അത് നമ്മളാണെന്നോ നമ്മുടെ പ്രിയ മക്കളാണെന്നോ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണെന്നോ നമ്മുടെ മാതാപിതാക്കളാണെന്നോ ചിന്തിച്ചാൽ അവിടെ നമ്മുടെ സിസ്റ്റം ശരിയാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്നലെ 3 സർജറി ചെയ്തു. 4ാമത്തെ സർജറി ചെയ്യുമ്പോൾ ആ മെഷീൻ്റെ പ്രോബിന് കേടുപാടുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അടുത്തത് ശ്രദ്ധിക്കണം, എൻ്റെ മകൻ്റെ പ്രായമുള്ളൊരു മകനാണ് അവിടെ വന്നത്. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സിസ്റ്റത്തിൽ, ആ ആരോഗ്യ പ്രവർത്തകരാണ്. ഇത്രയും അധികം രോഗികളുടെ ബാഹുല്യമുണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ. മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടറെ മന്ത്രി വീണ ജോർജ് പുകഴ്ത്തി. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും. ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾ രോഗികളോട് ഇരന്നു വാങ്ങേണ്ട സാഹചര്യമാണ്. മന്ത്രിയുടെ ഓഫീസിനെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നുവെന്നും ഹാരിസ്. അല്ല, ഇത് മന്ത്രിയെ അല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് പറയാനുള്ളത്. മിനിസ്റ്റർ അറിയുന്നുണ്ടാവില്ല. രാവിലെ ഒരു RJDയുടെ ഒരു നേതാവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവിടെ കുറെ കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് വെറുതെയാണ്, ഓപ്പറേഷൻ മാറ്റിവെച്ചിട്ടില്ല, ഇത്ര ദിവസം ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ, വേറെ ഡിപ്പാർട്ട്മെന്റിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത്. അപ്പൊ സൂപ്രണ്ട് ഒരുപക്ഷെ മേലധികാരികളെ അറിയിക്കുന്നുണ്ടാവില്ല, മിനിസ്റ്റർക്ക് അറിയുന്നുണ്ടാവില്ല. ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അറിവുണ്ടാവില്ല. വിഷയം പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർത്തിരിക്കുകയാണ്. വളരെ ഗൗരവതരമാണ്. ഇവര് PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗാൻഡയും നറേറ്റീവും അല്ല യഥാർത്ഥ ആരോഗ്യ കേരളം. യഥാർത്ഥ ആരോഗ്യ കേരളത്തിന്റെ സിസ്റ്റം മുഴുവൻ തകർന്നുപോയി. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിന്തുണച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. ഹാരിസ് ചിറക്കലിനെതിരെ അച്ചടക്ക നടപടിയെടുത്താൽ ഇടപെടുമെന്നും സംഘടന വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.